സമൂഹമാധ്യമങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചിട്ടും നേപ്പാളിൽ സംഘർഷം തുടരുകയാണ്. നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇന്നും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കാഠ്മണ്ഡു അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. അപർണ കാർത്തിക, ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ പാലോട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആദ്യം അപർണയിലേക്കാണ്. അപർണ, ഇന്നലെ വലിയ സംഘർഷമായിരുന്നു. 20 പേർ മരിച്ചു. യുവാക്കൾ ഇപ്പോഴും തെരുവിലാണോ? അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്മൃതി, കൂടുതൽ രാജി ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി കൂടി രാജിവെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി കൂടി രാജിവെച്ചത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ രാജി പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിരോധനം പിൻവലിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. സർക്കാർ വിരുദ്ധ നിലപാടുകൾ പ്രത്യേകിച്ച് അവർ ഉന്നയിക്കുന്നത് അഴിമതി ആരോപണമാണ്. അതുകൂടാതെ തന്നെ അഴിമതിക്ക് പുറമെ സ്വജനപക്ഷപാതം ഉന്നയിക്കുന്നുണ്ട്, കെടുകാര്യസ്ഥത ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ജൻസി പ്രതിഷേധം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജൻസി പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ കേവലം സോഷ്യൽ മീഡിയ ബാന്റെ പേരിൽ മാത്രമായി ഉണ്ടായിരുന്ന പ്രതിഷേധമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ വെച്ച്, ഇക്കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തെരുവുകളിൽ ഉടനീളം പ്രതിഷേധമാണ്. വാഹനങ്ങൾ കത്തിക്കുന്നു, സർക്കാർ ഓഫീസുകൾ ആക്രമിക്കുന്നു. മാത്രമല്ല സുരക്ഷാ സേനയും പോലീസും എല്ലാം സംയുക്തമായി തന്നെ പ്രതിഷേധക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കൂടുതൽ മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 കമ്മിറ്റികൾ ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ളൊരു കമ്മിറ്റിയാണ്. മറ്റൊന്ന്, ഇന്നലെ നടന്ന അതിക്രമങ്ങളുണ്ട്, സംഘർഷ സമാനമായ സാഹചര്യമുണ്ട്. 20 പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ 12 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 20 പേർ മരിച്ചിട്ടുണ്ട്. 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഈ 2 കമ്മിറ്റികളും 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇപ്പോൾ തുടർച്ചയായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഇതിനെ എങ്ങനെയാണ് അറുതി വരുത്തുക എന്നുള്ള കാര്യത്തിൽ തിരക്കിട്ട അടിയന്തര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് തരത്തിലുള്ള സംയമനമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ പ്രക്ഷോഭം എന്ന് കരുതേണ്ടി വരില്ല അപർണ കാർത്തിക? അപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നത് എതിരെയാണ് ജൻസി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ അത് ബംഗ്ലാദേശിൽ കണ്ടതാണ്. ഇപ്പോൾ അത് നേപ്പാളിൽ വലിയ രൂപത്തിൽ സർക്കാരിനെ തന്നെ താഴെ വീഴ്ത്തുന്ന രൂപത്തിലേക്ക് പ്രക്ഷോഭം മാറുകയാണോ? പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം എന്താണ്? സംയുക്തമായുള്ള ഒരു പ്രതികരണം അത് വന്നിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ കൃത്യമായുള്ളൊരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്നത് സർക്കാർ വിരുദ്ധ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളത് തന്നെയാണ്. വലിയ പിന്തുണ ഈ കാര്യത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സമൂഹം മാത്രമല്ല, നേരത്തെ ഇതൊരു ജൻസി പ്രക്ഷോഭം എന്നുള്ള തരത്തിൽ മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇതൊരു ജനകീയ പ്രതിഷേധമുള്ള രീതിയിലേക്ക് എത്തുകയാണ്. മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധത്തെ വ്യത്യസ്തമാക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്തുടനീളം. ഇന്നലെ കാഠ്മണ്ഡുവിൽ മാത്രമായിരുന്നു വലിയ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഓരോ നഗരത്തിലും ആളുകൾ തിങ്ങിക്കൂടുകയാണ്. അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഒരു ഏകോപിപ്പിച്ചുകൊണ്ട്, സമരക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളും പല ഭാഗങ്ങളിൽ നിന്നായി. ശരി അപർണ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യമാണ് പ്രതിഷേധക്കാർ, പ്രക്ഷോഭക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദിൽ പാലോളിലേക്ക്. അതിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട്, അയൽ രാജ്യത്തോട് ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ പ്രക്ഷോഭത്തിൽ ഇന്ത്യ ഒരു പ്രതികരണം നടത്തുന്നുണ്ടോ? അവിടെ നിരവധി ഇന്ത്യക്കാരുണ്ട്. അവരോട് ജാഗ്രത പാലിക്കുക എന്നൊരു നിർദ്ദേശം മാത്രമാണോ ഇന്ത്യയുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട പ്രതികരണം നേപ്പാൾ പ്രക്ഷോഭത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതാദ്യമായാണ് ഇന്നും ഇന്നലെയുമായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നത്. ഇന്ത്യൻ പൌരന്മാർ, നേപ്പാളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നേപ്പാൾ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. ചർച്ചകളിലൂടെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അയൽരാജ്യമാണ്, സൌഹൃദ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ളൊരു സമവായത്തിലേക്കും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിലേക്കും പോകും എന്നതാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ അവിടെ നിന്നും ഇന്ത്യക്കാരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. സമാധാനം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം കരുതുന്നത്. പക്ഷേ ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണം എന്നുള്ളതാണ്
ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ജാഗ്രത വേണം. മാത്രമല്ല നേപ്പാൾ സർക്കാർ പറയുന്ന അധികൃതർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുകൂടി ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നേപ്പാളിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൽക്കാലം അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ അറിയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്മൃതി, അതോടൊപ്പം തന്നെ നേപ്പാൾ പ്രധാനമന്ത്രി ദുബായിലേക്ക് രാജ്യം വിടാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകളും സൂചനകളും ലഭിക്കുകയാണ്. നേപ്പാളിൽ സംഘർഷഭരിതമാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.